ഡിയർ ഫ്രണ്ട്സ്, കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ 27 ആകുമ്പോഴേക്ക് എല്ലാവരും അപ്ലൈ ചെയ്ത് കഴിയും. ഇനി ഏറ്റവും പ്രധാനം ഇതിൻ്റെ എക്സാമിൻ്റെ ചില പാറ്റേണുകളിൽ ചെറിയ വ്യത്യാസം നമ്മുടെ IBPS എക്സാമായിട്ടുണ്ട്. അതെന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് ടൈം എന്നുള്ളതാണ് IBPS എക്സാമിൻ്റെ ഒരു പ്ലസ് ആയിട്ട് വന്നിരിക്കുന്നത്. എല്ലാവർക്കും അഡ്വാൻറ്റേജ് കൂടുതൽ കിട്ടുന്നതാണ് ഈ സെപ്പറേറ്റ് ടൈം. ഇതിനാണെങ്കിൽ അങ്ങനെയല്ല, കോമ്പോസിറ്റ് ടൈമാണ്. അപ്പോൾ അഡ്വാൻറ്റേജ് മാത്സിന് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടും. ഇതിന് ഈ 2 പേപ്പേഴ്സ് പറയുമ്പോൾ മാത്സും റീസണിങ് മാത്രമേ ഉള്ളൂ, 2 പേപ്പേഴ്സേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ 2 പേപ്പേഴ്സും നമ്മൾ 40 മാർക്ക് വീതമുള്ള 2 സെഷനായിട്ടാണ്. ഒരു സെഷനിൽ തന്നെ ഒരു 40 മാർക്കുള്ള ഒരു സെഷൻ, അടുത്ത 40 മാർക്ക്. കോമ്പോസിറ്റ് ടൈം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ടോട്ടൽ 80 മിനിറ്റ്സ് അങ്ങ് തരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് സൗകര്യം പോലെ അതിനകത്ത് അറേഞ്ച് ചെയ്ത് ചെയ്യാം. ഒന്ന് കൂടുതൽ ചെയ്യാം, ഒന്ന് കുറച്ച് ചെയ്യാം. അപ്പോൾ മാത്സിന് ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്സ് കൂടുതൽ ചെയ്യാം, റീസണിങ് ഇൻട്രസ്റ്റ് ഉള്ളവർ റീസണിങ് കൂടുതൽ ചെയ്യാം. ക്ലറിക്കലിനാണെങ്കിൽ ഇത് ന്യൂമറിക്കൽ എബിലിറ്റി എന്നാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓഫീസേഴ്സിന് അതിൻ്റെ പേര് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും, അരിത്തമെറ്റിക് ചാപ്റ്റേഴ്സും ഗ്രാഫും എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന സാധാരണയുള്ള ഒരു മോഡൽസാണ് ഇതിന് നമ്മൾ മാത്സിന് കാണുന്നത്. അപ്പം ക്ലറിക്കലിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇങ്ങനെ പ്രിലിമിനറി 2, ഓഫീസറിനും അത് 2 ഇത് തന്നെയാണ്. ഓഫീസേഴ്സിന് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡാണ് ഇതിന് പ്രത്യേകതയുള്ളത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സ്വാഭാവികമായിട്ടും ഫൈനലിന് വരുമ്പം നമുക്ക് 50 ക്വസ്റ്റ്യൻസാണ് ടെസ്റ്റ് ഓഫ് റീസണിങ്ങിനുള്ളത്. അതുപോലെ 50 ക്വസ്റ്റ്യൻസ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനുണ്ട്. അത് ക്ലറിക്കൽ വരുമ്പോൾ ന്യൂമറിക്കൽ എബിലിറ്റി മാത്രമേ ഉള്ളൂ, ക്വാണ്ടിറ്റേറ്റീവായിട്ടല്ല. ന്യൂമറിക്കൽ എബിലിറ്റിയാണ് ക്ലറിക്കൽ ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്കുള്ളത്. ഓഫീസേഴ്സ് അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് മാനേജർ കാറ്റഗറിയിലേക്ക് എല്ലാ ക്വാണ്ടിറ്റേറ്റീവ് ക്വസ്റ്റ്യൻസും സാധാരണ നമ്മൾ PO ലെവൽ പ്രിപ്പയർ ചെയ്യുന്നത് തന്നെ ഇതിന് ആവശ്യമാണ്. അപ്പോൾ ഈ കോമ്പോസിറ്റ് ടൈം എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഇതിന് കിട്ടുന്നുണ്ട്, അതൊരു പ്രത്യേകതയാണ്. ഇത് കൂടാതെ ഇംഗ്ലീഷും ജനറൽ അവയർനെസ് എന്ന് പറയുന്നത് 40 വീതം ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പം 50 പിന്നെ 40 വീതം ഇംഗ്ലീഷും ജനറൽ അവയർനെസ്സും. പിന്നെ കമ്പ്യൂട്ടർ പേപ്പർ ഒരു 20 ക്വസ്റ്റ്യൻ ഉണ്ട്, 40 ക്വസ്റ്റ്യൻ ഉണ്ട്, 20 മാർക്കാണ്. ഇതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, ഇതിനുള്ള പ്രത്യേകത. കാരണം കമ്പ്യൂട്ടർ സ്വാഭാവികമായിട്ട് അവയർനെസ് എല്ലാവർക്കും ഉണ്ട്, അതിന് നല്ലോണം സ്കോർ ചെയ്യാം, സ്കോർ നന്നായിട്ട് ജമ്പ് ചെയ്ത് പോകും. അപ്പം ഇത്രയും കാര്യങ്ങൾ കമ്പ്യൂട്ടർ അവയർനെസ്സും കൂടെ വരുന്നത് കൊണ്ട് എല്ലാവർക്കും സ്കോർ ചെയ്യാനുള്ള ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ഈ ഗ്രാമീൺ ബാങ്കിന് മാത്രമേ ഇപ്പം ഈ കമ്പ്യൂട്ടർ അവയർനെസ് ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. അത് വളരെ കൃത്യമായിട്ട് ആൾക്കാർ പ്ലാൻ ചെയ്ത് ടൈം ബൗണ്ടായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെ കൃത്യമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. എല്ലാ വർഷവും ഈ ഗ്രാമീൺ ബാങ്കിൻ്റെ സെലക്ഷൻസ് ഒരു നല്ല ശതമാനം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്കെല്ലാം കിട്ടാറുണ്ട്. ഇപ്പോൾ കോമ്പറ്റീഷൻ കുറവാണെന്ന് തന്നെ പറയാം. സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുടെ എണ്ണം കുറവാണ്. നമ്മൾ എഴുതുന്ന ആളുകളുടെ എണ്ണം വെച്ചൊന്നും ഒരിക്കലും ബാങ്ക് എക്സാമിനെ കാണണ്ട. ബാങ്ക് എക്സാമിന് എപ്പോഴും ടൈം ബൗണ്ടായിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നിൽക്കുന്നവർ മാത്രമേ ഫ്രണ്ട് ലൈനിലുള്ളൂ. പ്രിലിമിനറി ക്വാളിഫൈ ചെയ്യുന്നവർക്ക് മാത്രമേ ഫൈനലിലേക്ക് വരാൻ പറ്റുമല്ലോ. അവിടെ ഫെയിലാവുന്നവരൊന്നും ഒരിക്കലും ഫൈനലിലേക്ക് വരുന്നില്ല. അങ്ങനെ ഫൈനലിലേക്ക് വരുമ്പോഴും അതുപോലെ തന്നെ ആ ഒരു 3 ടൈംസ് 4 ടൈംസ് ഒക്കെ ആയിരിക്കും എടുക്കുന്നത്. അതിൻ്റെ 1/3 സ്വാഭാവികമായിട്ടും നമ്മൾ ഫൈനൽ സെലക്ഷൻ ആവുന്നത്. പിന്നെ ഇൻ്റർവ്യൂടെ കഴിയുമ്പോഴേക്ക് ഫൈനൽ സെലക്ഷനിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് വളരെ പ്ലാൻഡായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഗ്രാമീൺ ബാങ്ക് എല്ലാവർക്കും ഒരു ഭാവി കറക്റ്റായിട്ട് നമുക്ക് എത്താൻ പറ്റുന്നു. കേരളത്തിൽ തന്നെ വർക്ക് ചെയ്യാം, അത്യാവശ്യം പ്രൊമോഷൻസൊക്കെ ഉണ്ട്. കേരളത്തിലെ എല്ലാ കോർണറിലും ഗ്രാമീൺ ബാങ്ക് ബ്രാഞ്ചസ് ഉണ്ട്. അത് മനസ്സിലാക്കിയിട്ട് വേണം ഗ്രാമീൺ ബാങ്ക് എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ സ്വാഭാവികമായിട്ടും സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഈ 3 മാസം കൊണ്ട് ഇതിൻ്റെ എല്ലാ പ്രൊസീഡിങ്സും കഴിയും. ജാനുവരി നിങ്ങൾക്ക് ജോലിക്ക് കയറുകയും ചെയ്യും. ഇതാണ്. ഓക്കെ, ആൾ ദി ബെസ്റ്റ്.